സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6ലേക്ക്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. ഉത്സവാഘോഷത്തിൽ കൽപ്പാത്തി ദേവരഥ സംഗമം അല്പസമയത്തിനകം. അഗ്രഹാരവീഥികളിൽ വൻ ഭക്തജന തിരക്ക്. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. പ്രതിദിനം 90,000 പേർക്ക് ദർശനം. RSS പ്രവർത്തകന്റെ ആത്മഹത്യയിൽ BJP പ്രതിരോധത്തിൽ. പ്രവർത്തകരുടെ ജീവനെടുത്ത പാർട്ടിയായി BJP മാറിയെന്ന് V ശിവൻകുട്ടി. ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്ന് ശശി തരൂർ. ആനന്ദ് ഒരു കാലത്തും പാർട്ടി പ്രവർത്തകനായിരുന്നില്ലെന്ന് BJP ജില്ലാ നേതൃത്വം. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് നെടുമങ്ങാടും ആത്മഹത്യാ ശ്രമം. പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി ആക്ഷേപിച്ചെന്ന് ശാലിനി. കണ്ണൂരിൽ BLO ജീവനൊടുക്കിയത് തെരഞ്ഞെടുപ്പ് ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം. അനീഷ് ജോർജിന്റെ മരണത്തിൽ നാളെ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാൻ BLOമാർ. SIR നടപ്പാക്കാൻ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന് CPM. BLOയെ CPM ഭീഷണിപ്പെടുത്തിയെന്ന് DCC പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM വിമതനായി ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ്. കടകംപള്ളി സുരേന്ദ്രൻ ഇഷ്ടക്കാർക്ക് മാത്രം സീറ്റ് നൽകുന്നുവെന്ന് K ശ്രീകണ്ഠൻ ന്യൂസ് 18നോട്. വലിയ പാർട്ടിയാകുമ്പോൾ ചില അപശബ്ദമുണ്ടാകുമെന്ന് V ശിവൻകുട്ടി. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFൽ പ്രതിസന്ധി രൂക്ഷം. കോൺഗ്രസിന് പിന്നാലെ ലീഗിലും കൂട്ടരാജി. തിരുവമ്പാടിയിൽ LDFുമായി സഹകരിക്കാൻ ലീഗ് വിമതർ. ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം കൂടുതൽ ഡോക്ടർമാരിലേക്ക്. പിടിയിലായവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിച്ച NIA. സഹാറൻപൂരിലെ ആശുപത്രിയിലും അൽ-ഫലാഹ് സർവകലാശാലയും നിരീക്ഷണത്തിൽ. നൌഗാമിൽ പൊട്ടിത്തെറിച്ചത് 2 കിലോയോളം സ്ഫോടക വസ്തു. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകൾ. JDU MLAമാരുടെ യോഗം നാളെ. നിതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. ലാലുവിന്റെ മകൾ രാഷ്ട്രീയം വിട്ടതോടെ RJD ക്യാമ്പിൽ പൊട്ടിത്തെറി. പശ്ചിമ ബംഗാളിൽ വീണ്ടും ഗവർണർ തൃണമൂൽ പോര. രാജ്ഭവനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നുവെന്ന് തൃണമൂൽ നേതാവ് കല്യാൺ ബാനർജി. പരിശോധിക്കാൻ രാജ്ഭവൻ തുറന്നിട്ട് ഗവർണർ. കല്യാൺ ബാനർജി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയെന്നും CV ആനന്ദബോസ്. കൊൽക്കത്തയിൽ ഇന്ത്യയെ കറക്കി വീഴ്ത്തി ദക്ഷിണാഫ്രിക്ക. 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് പുറത്ത്. സൈമൺ ഹാർമർക്ക് 4 വിക്കറ്റ്. ഇന്ത്യൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് വിജയം 15 വർഷത്തിന് ശേഷം. കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം അല്പസമയത്തിനകം. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിനു മുൻപിൽ ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നതോടെ ദേവരഥ സംഗമമാകും. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് എത്തിയത്. CV അനുമോദ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ, ഒരു മണൽത്തരി പോലും വീഴാത്തത്ര ജനത്തിരക്കാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിലുള്ളത്. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് ത്രിസന്ധിക്കെത്തുന്ന ദേവരഥങ്ങൾ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് ഈ കൽപ്പാത്തി രഥസംഗമം സാധ്യമാവുക. ആ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പ് അല്ലേ? ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഊഴിമൺ വീഴാത്ത പുരുഷാരം എന്ന കവി പാടിയ ആ ഒരു സാഹചര്യമാണ് നമുക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിൽ നിൽക്കുമ്പോൾ കാണാനാകുന്നത്. അത്രയും തിരക്ക്. ഈ തിരക്കിനിടയിലൂടെ കടന്നു പോകുന്ന രസം വലിച്ചു കൊണ്ടുപോകുവാനുള്ള തിരക്ക്, അവരുടെ വിശ്വാസം, ഓരോ വർഷത്തെയും കാത്തിരിപ്പ്, പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ, അവരുടെ സങ്കടങ്ങൾ മാറാനുള്ള ഒരു പ്രാർത്ഥനാ വഴി, ഇതെല്ലാമാണ് ഈ ഒരു രഥോത്സവത്തെ ദിവസം ഇവിടെ നമുക്ക് കാണാനാകുന്നത്. സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അവരുടെ ഇഷ്ടദേവന് മുമ്പിൽ പ്രാർത്ഥന
പ്രാർത്ഥനയോടെ അർപ്പിച്ച് ആ രഥം വലിച്ചിരിക്കുക അഗ്രഹാരത്തിലൂടെ അഗ്രഹാരത്തിലെ ഓരോ മൂലയും കാണിച്ചുകൊണ്ട് അവരുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അഗ്രഹാരങ്ങളെയും ഭക്തരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കൽപ്പാത്തി ദേവരഥ സംഗമം അല്പസമയത്തിനകം നടക്കും. വെങ്കിടേശ സുപ്രഭാതവും വേദമന്ത്രോച്ചാരണവും ലക്ഷ്മി സഹസ്രനാമങ്ങളും കേട്ടുണരുന്ന ആ തെരുവിൽ ഇന്ന് ദേവരഥ സംഗമം നടക്കാൻ പോവുകയാണ്. പൂർണ്ണമായും ഉത്സവാന്തരീക്ഷത്തിലാണ് കൽപ്പാത്തി മുഴുവൻ. ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്ന കാഴ്ചയ്ക്കായി ഒരു വർഷമായുള്ള കാത്തിരിപ്പാണ് കൽപ്പാത്തി അഗ്രഹാര തെരുവിന്. പൂർണ്ണമായും ഇന്ന് ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ളൂ. ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നതോടുകൂടിയാണ് ചടങ്ങ് കൽപ്പാത്തി രഥോത്സവം പൂർണ്ണമാവുക. ഊഴിയിട്ടാൽ കാണാത്തയത്ര വണ്ണം ജനത്തിരക്കാണ് ഉള്ളത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് പറയാം. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് ത്രിസന്ധിയോടുകൂടിയാണ്, അതായത് ഇനി അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി. ദേവരഥങ്ങൾ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് കൽപ്പാത്തി രഥസംഗമം സാധ്യമാവുക. കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഭക്തർക്കിടയിലൂടെയാണ് ഈ ദേവരഥങ്ങൾ ഉരുളുക. വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമി, ഗണപതി, വള്ളി ദൈവാന സമേതൻ, സുബ്രഹ്മണ്യ സ്വാമി, മന്ദക്കര മഹാഗണപതി എന്നിവയുടെ തേരുകളാണ് പ്രദക്ഷിണ വഴികളിലുണ്ടാവുക. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് രാവിലെ തന്നെ രഥോരോഹണം നടന്നിരുന്നു. തേരുമുട്ടിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന രഥസംഗമം കാണാൻ അവിടെ എത്തിയ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം മഹാജനസാഗരം തന്നെയാണ് കൽപ്പാത്തിയിലുള്ളത്. ഒരു പൂഴിയിട്ടാൽ പോലും കാണാൻ സാധിക്കാത്ത വണ്ണം ജനത്തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഹാരത്തിൽ കൊരുത്ത പൂക്കൾക്ക് സമാനമായി ജനം എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിൽ കൂട്ടമായി ജനം അഗ്രഹാര തെരുവുകളിലേക്ക് എത്തുകയാണ്. നാദസ്വരങ്ങളുടെയും മൃദംഗങ്ങളുടെയും അകമ്പടിയോടെ ദേവർ രഥത്തിൽ എഴുന്നള്ളുന്നത് കാണാനുള്ള മഹാജനസാഗരത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. വേദങ്ങളും മന്ത്രങ്ങളും ഉണരുന്ന ബ്രാഹ്മണ തെരുവാണിപ്പോൾ പൂർണ്ണമായും ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്
അനുമോദ്, അറിയാം അവിടെ വലിയ തിരക്കാണ്, കണക്ടിവിറ്റിക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും കേൾക്കാമെങ്കിൽ തുടരാം. ഭവ്യ, ഇപ്പോൾ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് 3 രഥങ്ങളും എത്തിച്ചേരുന്നു. വലിയ രഥത്തെ, പ്രധാന രഥത്തെ ആനയെ കൊണ്ട് ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് തള്ളി ഒതുക്കി നിർത്തുന്നു. 3 രഥങ്ങളാണ് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെതായിട്ട് ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ വിശ്വനാഥനും വിശാലാക്ഷിയും, അതായത് ശിവനും പാർവതിയും, മറ്റൊരു രഥത്തിൽ ഗണപതിയും, മറ്റൊരു രഥത്തിൽ മുരുകനുമാണ്. അങ്ങനെ ശിവ പാർവതി സങ്കല്പത്തിലെ അച്ഛനും മക്കളും എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഈ രഥോത്സവത്തിലും ദേവന്മാരുടെ ഈ എഴുന്നള്ളത്തിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഇപ്പോൾ അതിനു പുറമെ മറ്റ് ഒരു ഗണപതി ക്ഷേത്രത്തിലെ, അതായത് പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ തേരുകൂടി ഇവിടേക്ക് അല്പ സമയത്തിനകം എത്തിച്ചേരും. അതോടെ 4 തേരുകൾ ഇവിടേക്ക് വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലേക്കുള്ള വരവാകും. അതോടൊപ്പം തന്നെ ആദ്യം ഇന്ന് രഥപ്രയാണം ആരംഭിച്ച ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ രഥം കൂടി മന്തക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുന്നതോടെയാണ് 5 രഥങ്ങളും ഒരുമിച്ച് ഈ അഗ്രഹാരത്തിന് മുൻപിൽ, അല്ലെങ്കിൽ വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ അണിനിരക്കുന്ന ആ നിമിഷം എത്തിച്ചേരുക. അതിന് ഇനി ഏറെ സമയമൊന്നും ബാക്കിയില്ല. നമുക്ക് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ മന്തക്കാട് ഗണപതി ക്ഷേത്രത്തിൽ പോയി രഥം തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മനോഹരമായി അലങ്കരിച്ച, വർണ്ണാലങ്കൃതമായ ദീപങ്ങളിൽ കുളിച്ച ആ രഥം അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളിലൂടെ പതിയെ ആളുകൾ വലിച്ച് ഇതാ ഇവിടേക്ക് എത്തിക്കുന്നു. മറുവശത്ത് 3 രഥങ്ങൾ ഇതിനോടകം തന്നെ കുണ്ടമ്പലം എന്ന് അറിയപ്പെടുന്ന വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലും അണിനിരക്കുന്നു. അങ്ങനെ ഈ ഒരു വർഷം എല്ലാവരും കാത്തിരുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിൽ ഈ രഥം വലിക്കുക, അല്ലെങ്കിൽ രഥത്തിന്റെ ഒപ്പം സഞ്ചരിക്കുക, അതൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട അവരുടെ കാര്യമാണ്. കാരണം ഭഗവാൻ അഗ്രഹാരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അവിടെ എല്ലാം സന്ദർശിക്കുന്നു എന്നതാണ് സങ്കല്പം. അപ്പോൾ ഭഗവാനെ അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ രഥങ്ങളിലൂടെ വലിച്ചു കൊണ്ടുപോവുകയാണ്, ആ രഥം വലിക്കുകയാണ്. അത് വലിയ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് ഇവിടെ വിശ്വാസികൾ കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇത് വിശ്വാസ സമൂഹത്തിന് ഒരു ഉത്സവത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൂടി ഉയർന്നിരിക്കുന്നു. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു പുരുഷാരവും ഒരു ജനക്കൂട്ടവും ഒക്കെ ഇപ്പോൾ അഗ്രഹാരത്തിന്റെ ഈ തെരുവോരങ്ങളെ പതിനായിരങ്ങളായി എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ മറ്റൊരു ദേശീയോത്സവമായി ഈ രഥോത്സവം കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും തിരക്ക് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ണൂരിൽ നിന്നും എല്ലാം ഏറെ ദൂരം ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി മാത്രം സഞ്ചരിച്ചെത്തിയവർ പലരും തിരിച്ചു പോകാൻ ടിക്കറ്റ് പോലും കിട്ടാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ ഒരു പ്രചാരണം ഈ ദേശീയോത്സവമായിട്ട് രഥോത്സവത്തെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കേരളത്തിന്റെ തന്നെ തനത് ഉത്സവങ്ങളിൽ ഒന്നായി, ആഘോഷങ്ങളിലൊന്നായി ഇതിനോടകം തന്നെ രഥോത്സവത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ തായ്വേര് തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 14ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറഞ്ഞു കേൾക്കുന്നത്. കാശിയുടെ പാതി കൽപ്പാത്തി എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവമായിട്ടുള്ള ആ കഥയുമായി, അല്ലെങ്കിൽ ഐതിഹ്യവുമായിട്ടാണ്. അന്ന് ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്നും ലഭിച്ച ശിവലിംഗം കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിക്കുകയും അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ രാജാവിനോട് നിർദ്ദേശിക്കുകയും പൊൻപണം നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ സങ്കല്പത്തിൽ ആണ് ഇവിടുത്തെ ഈ വിശ്വനാഥ ക്ഷേത്ര, വിശാലാക്ഷി സമേത വിശ്വനാഥ സങ്കല്പം ക്ഷേത്രം തന്നെ ഉയരുന്നത്. ഇവിടേക്ക് പൂജകൾക്കും മറ്റുമായി തമിഴ് ബ്രാഹ്മണർ ഇവിടേക്ക് എത്തുന്നു 14ാം നൂറ്റാണ്ടോടെ. അവരുടെ തമിഴ് ശൈലിയിലുള്ള പൂജയും ആഘോഷങ്ങളും ആചാരങ്ങളും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു.
നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ള എഴുന്നള്ളത്തിനും കെട്ടുകാഴ്ചകൾക്കൊക്കെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്കൊക്കെ സമാനമായിട്ട് രഥോത്സവം. എഴുന്നള്ളത്തിൽ ഭഗവാനും ഭഗവതിയും ആനപ്പുറത്ത് തിടമ്പിലേറി ഓരോ പ്രദേശത്ത് എത്തുന്നു എന്നുള്ളതാണ് സങ്കല്പമെങ്കിൽ ഇവിടെ അഗ്രഹാരത്തിന്റെ തെരുവുകളിൽ രഥത്തിലൂടെയാണ് ഈ പ്രയാണം എന്നതാണ് ഇതിൽ ഏറ്റവും വ്യത്യാസപ്പെട്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഈ രഥം വലിക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ജാതിപത ഭേദമന്യേ ഓരോരുത്തരും എത്തിച്ചേരുന്നു. അത് ഒരു പരിശുദ്ധമായ ഒരു പുണ്യകാര്യമായിട്ട് ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരു വഴിപാടായിട്ടും ഈ രഥം വലിക്കുന്നത് ആളുകൾ സങ്കല്പിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലുമുള്ള സങ്കല്പങ്ങളുടെ ഒരു സമ്മിശ്രമായ ഭേദം കൂടിയാണ്, സമ്മിശ്രമായ കൂടിച്ചേരൽ കൂടിയാണ് നമുക്ക് ഈ രഥോത്സവത്തിന്റെ നഗരിയിൽ കൽപ്പാത്തിയിൽ നമുക്ക് കാണാനാകുന്നത്. ഒരു പഴയ സംസ്കാരം അത് ഇന്നലെയും തമ്മിൽ ബന്ധിക്കുന്ന തരത്തിൽ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ആഘോഷമായി ഈ രഥോത്സവം മാറുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ഓരോ വർഷവും ഇവിടെ ആദ്യമൊക്കെ അഗ്രഹാരത്തിന്റെ ഈ തെരുവുകളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആഘോഷങ്ങൾ ഇപ്പോൾ ഇത് അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങൾക്കപ്പുറത്ത് പാലക്കാടിനും അപ്പുറത്തേക്ക് കേരളത്തിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ പേർ ഈ ഒരു രഥോത്സവം കാണുവാനും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രഥോത്സവത്തെ ഇപ്പോൾ വേറിട്ടതാക്കുന്നതും തനത് ഒരു അടയാളമായി കേരളത്തിന്റെ ആഘോഷമായി ഇതിനെ മാറ്റിയിരിക്കുന്നതും. എന്താണെങ്കിലും രഥോത്സവത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്കുള്ള സമയമായിരിക്കുന്നു. രഥങ്ങൾ വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ മുമ്പിൽ, വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഇതാ അണിനിരക്കുന്നു. മറുവശത്ത് ലക്ഷ്മീനാരായണ സ്വാമിയുടെ രഥം മന്തക്കാട് ഗണപതി ക്ഷേത്രത്തിൽ പോയി ഇവിടേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ ഒഴുകുകയാണ്. ഒരു മഹാപ്രവാഹം പോലെ, മഹാനദി പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒഴുക്കിൽപ്പെട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക്, വലിയ ജനപ്രവാഹം, അത്രമാത്രം ആവേശവും പുരാവേശത്തിന് സമാനമായ ആവേശമാണ് രഥോത്സവത്തിന്റെ ഈ കാഴ്ചകൾ ഓരോരുത്തർക്കും നൽകുന്നത്. അതാ രഥങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രഥം വലിക്കുന്നവർ ആർപ്പ് വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഘോഷമായി ഇതിൽ പങ്കെടുക്കുന്നു. ഒരു തിരമാല എന്ന വണ്ണം രഥം വലിക്കുന്നവർ ഒഴുകിയെത്തുമ്പോൾ വഴിയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ തീരങ്ങളിലേക്ക് തെറിച്ചു പോകുന്നത് പോലെയാണ് നമ്മളൊക്കെ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരമാല പോലെ ജനപ്രവാഹം ഈ രഥം വലിക്കുകയാണ്. ഈ ജനത്തെരുവിലൂടെ, ഈ തിരക്കേറിയ തെരുവിലൂടെ രഥം വലിച്ചു നീക്കുമ്പോൾ, രഥം നീങ്ങി വരുമ്പോൾ കൈകൂപ്പിയും ആർത്ത് വിളിച്ചും പ്രാർത്ഥിച്ചും ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ പങ്കുവെക്കുന്ന കാഴ്ച ഇത് കൗതുകത്തോടെ കാണുന്നവരുണ്ട്. കൈകൂപ്പി കണ്ണ് നിറയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത് ആഘോഷത്തിന്റെ ഭാഗമായി ഇതൊരു അനുഭൂതിയായി അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ പല തലങ്ങളിൽപ്പെട്ട, പല തരത്തിൽപ്പെട്ട പല ആഘോഷങ്ങളുടെയും പല ചിന്തകളുടെയും ഒക്കെ ഒരു ആകത്തുകയായി അല്ലെങ്കിൽ സമ്മിശ്രമായിട്ട് ഈ രഥോത്സവം മാറി. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ രഥമാണ്. ഈ രഥം ഇപ്പോൾ അഗ്രഹാരത്തിന്റെ തെരുവിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ അഗ്രഹാര തെരുവിലും എത്തി ഓരോ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചു വേണം രഥങ്ങൾ തിരിച്ച് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ. ഇപ്പോൾ രഥസംഗമമാണ് നമ്മൾ കാണുന്നത്. അഗ്രഹാര തെരുവുകളിൽ രഥങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 5 രഥങ്ങൾ ഇവിടെ ഈ അഗ്രഹാര തെരുവിൽ ഇതാ നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രത്തിനടുത്ത് 3 എണ്ണവും ക്ഷേത്രത്തിന് വിശാലാക്ഷി വിശ്വനാഥ ക്ഷേത്രത്തിന് കുറച്ചകലെ മറ്റൊരു ലക്ഷ്മി നാരായണ പെരുമാളിന്റെ രഥവും. അങ്ങനെ അഗ്രഹാര തെരുവിത രഥോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക്, അല്ലെങ്കിൽ രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം നിറഞ്ഞ നിമിഷത്തിലേക്ക്, പ്രാർത്ഥനകൾ നിറഞ്ഞ നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്നു. രഥസംഗമം ഇതാ അഗ്രഹാര തിരുവോരങ്ങളിൽ നടക്കുന്നു. രഥസംഗമത്തിന്റെ സമയമായിരിക്കുന്നു. രഥസംഗമം അഗ്രഹാരത്തിലെ ഉത്സവത്തിന്റെ ഈ വർഷത്തെ കാത്തിരിപ്പിന് ഇവിടെ ഏറ്റവും ഉചിതമായ സമയത്ത് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രഥസംഗമത്തിന്റെ നിമിഷമാണ് ഇപ്പോൾ. വിശാലാക്ഷി സമേതന വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിൽ ഇതാ രഥങ്ങൾ അണിനിരക്കുന്നു. ഭവ്യ, അതാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
കൽപ്പാത്തിയിൽ വൻ ഭക്തജന തിരക്കാണ്. ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അഗ്രഹാര വീഥികൾ മുഴുവൻ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആചാരപ്പെരുമയിൽ ദേവരഥ സംഗമം അല്പസമയത്തിനകം നടക്കും. ആ ദേവരഥ സംഗമത്തിനായി ഭക്തർ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യജന്മത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടെ ഭക്തർ ദേവനെ തൊഴുകയാണ്. കൽപ്പാത്തിയിൽ ഭഗവാനെ ഭക്തരുടെ അടുത്തെത്തിക്കാനുള്ള ആവേശത്തിൽ നൂറുകണക്കിന് പേരാണ് ദേവന്റെ തേര് വലിക്കാൻ അവിടെ എത്തിയത്. രുദ്രാഭിഷേകം, യാഗശാല പൂജ തുടങ്ങി നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നാദസ്വരത്തോടെ പുഷ്പപല്ലക്കിൽ ഗ്രാമപ്രദക്ഷിണം കഴിയുന്നതോടെയാണ് ഈ സുന്ദര കാഴ്ചയ്ക്ക് സമാപനമാവുക. ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, ഒരു പൂഴി വാരിയിട്ടാൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അഗ്രഹാര വീഥികൾ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങളാണ് വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുക. പിന്നീട് എല്ലാം ചേർന്ന് വലിയ സംഘമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാന രഥത്തിൽ ശിവനും ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരും എഴുന്നള്ളുന്നു എന്നാണ് കൽപ്പാത്തിയിലെ വിശ്വാസം. മനോഹരമായി അലങ്കരിച്ച 6 രഥങ്ങളാണ് രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 രഥങ്ങൾ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉള്ളതാണ്. വിശ്വനാഥനും വിശാലാക്ഷിക്കും ആദ്യ രഥവും, 2ാം രഥം ഗണപതിക്കും, 3ാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 രഥങ്ങൾ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. രഥോത്സവത്തിന് കൊടിയേറി 5ാം തിരുനാളായ ഇന്നാണ് ഈ അർദ്ധരാത്രിയോടുകൂടിയുള്ള ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത്. അതിനായാണ് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയത്. ഇത്തരത്തിലുള്ള ഈ ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠവും പുണ്യവുമെന്നാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിലൊരിക്കലുണ്ടാക്കുന്ന ഈ ഒരു മഹാകാഴ്ച കാണാൻ, ഈ ദേവരഥ സംഗമം കാണാൻ ഇങ്ങോട്ടേക്ക് കൽപ്പാത്തിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ആ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, എന്ത് സുന്ദരമായ കാഴ്ചയല്ലേ! അത്രമാത്രം മനോഹരമായ കാഴ്ചയ്ക്കാണിപ്പോൾ നമ്മൾ സാക്ഷിയാകുന്നത്. പൂർണ്ണമായും ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയ്ക്കാണ് പാലക്കാട് സാക്ഷിയാകുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൻ്റെ
നെല്ലറയായ പാലക്കാടിന്റെ ഉത്സവകാലം തുടങ്ങുന്നത് ഈ കൽപ്പാത്തി രഥോത്സവത്തോടു കൂടിയാണ് എന്ന് തന്നെ പറയാം. അത്രമാത്രം പേരും പ്രശസ്തിയുമുള്ള തൃശൂർ പൂരത്തിന് സമാനമായി പാലക്കാടുകാർ കാണുന്ന പൂരം തന്നെയാണ് കൽപ്പാത്തിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളീയ കാർഷിക സംസ്കൃതിയുടെ പെരുമറിയിക്കുന്ന കരിയും കരിമരുന്ന് പ്രയോഗവും കാളവേലയും കുതിരവേലയും മാറ്റേകുന്ന വള്ളുവനാടൻ പൂരങ്ങളും വേലകളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. സി ബി അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന ജനസാഗരം, എല്ലാവരും കാത്തിരിക്കുന്നത് ആ ദേവരഥ സംഗമത്തിനായി അല്ലേ? ഭവ്യ, ഇരുട്ട് വീണതോടെ അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളെല്ലാം തന്നെ വർണ്ണദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. വർണ്ണദീപങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പല നിറങ്ങളിലുള്ള ദീപങ്ങൾ, പല തരത്തിലുള്ള വെളിച്ചം. അങ്ങനെ ആ വെളിച്ചത്തിനിടയിലൂടെ ഒഴുകുന്ന ഒരു വലിയ പ്രവാഹമായി ജനങ്ങളും, വലിയൊരു ജനപ്രവാഹം. നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ നദി ഈ അഗ്രഹാര തെരുവിലൂടെ ഒഴുകുന്നത് പോലെ തോന്നും. അത്രമാത്രം ജനങ്ങളാണ് ഈ ഒരു കാഴ്ച കാണാൻ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ മുൻപിലാണ്. അവിടെ രഥങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ 4 രഥങ്ങൾ ഇതാ നിറഞ്ഞിരിക്കുന്നു. 4 രഥങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നു. വിശ്വനാഥ ക്ഷേത്രത്തിലെ 3 രഥങ്ങളും അതുപോലെ തന്നെ പ്രസന്നഗണപതി ക്ഷേത്രത്തിലെ രഥവും, നേരെ മറുവശത്ത് മന്തക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വരുന്ന ലക്ഷ്മി നാരായണ പെരുമാളിന്റെ രഥവും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ രഥങ്ങളെല്ലാം രഥസംഗമമാണ് ഇവിടെ കാണുന്നത്. വലിയ തിരക്ക്. ഒരു തിരമാല വരുമ്പോൾ നമ്മളൊക്കെ തീരത്തേക്ക് അടിയുന്നത് പോലെ ഈ ഒരു രഥത്തിന്റെ ഒഴുക്കിനൊപ്പം ജനങ്ങളും തീരത്തേക്ക് തിരമാല പോലെ അടിച്ചു കയറുന്ന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായ എല്ലാ വർഷവും രഥോത്സവത്തിന് ആളുകൾ എത്തുമെങ്കിലും ഇക്കുറി അഭൂതപൂർവമായ തിരക്കാണെന്നാണ് ഇവിടുത്തുകാരൊക്കെ പറയുന്നത്. അതിന് ഇന്ന് അവധിയാണ്, ഞായറാഴ്ചയാണ്. അതിനപ്പുറം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രഥോത്സവത്തിന് കിട്ടുന്ന ഒരു പ്രാമുഖ്യം, അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആവട്ടെ മറ്റ് പ്രചാരണ മാർഗങ്ങളിലൂടെ ആവട്ടെ, അതൊക്കെ തന്നെ രഥോത്സവത്തെ അതിന്റെ ഒരു ഗരിമയിലേക്ക്, അതിന്റെ ഒരു പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനാകുന്നത്. ഏറ്റവും പ്രധാനമായത് ഈ ഒരു നിമിഷമാണ്. ഇവിടെ ഈ ഒരു സമയം അത് കടന്നു പോകുന്നത് അറിയുന്നില്ല ഇവിടെ നിൽക്കുമ്പോൾ എന്ന് തന്നെ വേണം പറയാം. ഓരോ രഥങ്ങളും കാണാം അത്രമേൽ മനോഹരമാക്കി അലങ്കരിച്ചുകൊണ്ട്, ഓരോ തരത്തിലുള്ള അലങ്കാരങ്ങൾ, ദീപങ്ങൾ, വർണ്ണ മാലകൾ, പുഷ്പങ്ങൾ, അങ്ങനെ ഓരോ രഥങ്ങളെയും വേറിട്ട് നിർത്തുന്നത് അതിന്റെ നിർമ്മാണ ശൈലിയിലും ഉള്ള അടയാളങ്ങൾ തന്നെയാണ്. ഏറ്റവും ഉയർന്ന രഥം അത് ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠ വഹിക്കുന്ന വലിയ ഉയർന്ന രഥങ്ങൾ, ഒപ്പം ഉപദേവതകളായിട്ടുള്ള അവരുടെ ശിവപാർവതി സങ്കല്പത്തിലുള്ള, പുത്രസങ്കല്പത്തിലുള്ള ഗണപതിയുടെയും മുരുകന്റെയും പ്രതിഷ്ഠകളുള്ള അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലുള്ള രഥങ്ങൾ, ലക്ഷ്മി നാരായണ സങ്കല്പം, അതായത് മഹാവിഷ്ണു ലക്ഷ്മി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ വഹിക്കുന്ന രഥങ്ങൾ. അങ്ങനെ ഈ ഒരു അഗ്രഹാരത്തിന്റെ തെരുവുകളിൽ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആരാധനാ ദേവതകൾ അവരെ കാണുവാൻ എഴുന്നള്ളുന്ന ഒരു സമയമാണ്. അവരെ ഈ അഗ്രഹാരത്തിന്റെ ഓരോ ഇടത്തേക്കും കൊണ്ടുപോകുവാൻ, അവരുടെ രഥങ്ങൾ വലിക്കുവാൻ വിശ്വാസികൾ ഇവിടെ തിരക്ക് കൂട്ടുന്നു. അവരുടെ പ്രാർത്ഥനയായി, അവരുടെ ഒരു വഴിപാടായി അവരത് നടത്തുന്നു. ഇവിടെ കാഴ്ച കാണാൻ എത്തിയവർ ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായി കാണുന്നു. ഇത് നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ വള്ളുവനാടിന്റെയും അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെയും മലബാറിന്റെയും ഒക്കെ ഉത്സവങ്ങൾക്കൊക്കെ അവരുടേതായ അടയാളപ്പെടുത്തലുകളുണ്ട്, അതിൻ്റെതായ ശൈലികളുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് പാലക്കാട് കൽപ്പാത്തിയിലെ ഈ രഥോത്സവം. അതുകൊണ്ട് തന്നെ ഇത് കേട്ടറിഞ്ഞവർ അത് കണ്ടറിയാൻ വരുന്നു. ഒരിക്കൽ കണ്ടവർ വീണ്ടും കാണാൻ വരുന്നു, വീണ്ടും കണ്ട് മനസ്സിലാക്കുവാൻ വരുന്നു, അതിന്റെ ചരിത്രം അറിയാൻ വരുന്നു, ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്നു. അങ്ങനെ ഓരോ തവണയും എത്തുന്നവർക്ക് ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു രഥോത്സവം എന്തുകൊണ്ട് ഇത്രമാത്രം ജനകീയമായി എന്നുള്ളതിന്റെ ഉത്തരം പലർക്കും പലതാകാം. എന്തു തന്നെയാണെങ്കിലും അത്
ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ അന്തരീക്ഷം ഇവിടെ തീർക്കുന്നു എന്നത് മാത്രമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പങ്കുവയ്ക്കാനാകുന്നത്. അത്രമേൽ തിരക്കേറിയവരിടത്ത്, അത്രമേൽ ആൾക്കൂട്ടത്തിനിടയിൽ അവരിൽ ഒരാളായി ഈ ഒരു ഉത്സവത്തെ നമ്മൾ അറിയുകയാണ്, അനുഭവിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഇരുട്ട് വീണതോടെ അഗ്രഹാരത്തിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച വെളിച്ചമെല്ലാം തന്നെ പ്രകാശിക്കുന്നു. അതിനിടയിലൂടെ രഥങ്ങൾ ഇതാ സഞ്ചരിക്കുന്നു. വർണ്ണാലങ്കൃതമായ, പുഷ്പാലങ്കൃതമായ, ദീപാലങ്കൃതമായ മനോഹരങ്ങളായ അലങ്കാരങ്ങളെ കൊണ്ട് ഏറ്റവും ഭംഗിയാക്കുന്ന വിധത്തിൽ ഓരോ ക്ഷേത്രത്തിലെയും രഥങ്ങൾ അണിയിച്ചൊരുക്കുകയാണ് വിശ്വാസികൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം തന്നെ ഈ രഥങ്ങൾ ഒരുക്കുന്നതിലും അതിന്റെ രഥോത്സവത്തിലും നടക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമേൽ ചരിത്രവുമായി ഇഴ ചേർന്ന് കിടക്കുകയാണ് ഈ രഥോത്സവം. തമിഴ് സംസ്കൃതിയുടെ ഭാഗമായ, നമ്മുടെയൊക്കെ തന്നെ മലയാളത്തിന്റെയും ഒരു തായ്വേര് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ തമിഴ് സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഈ ആഘോഷങ്ങളും നമ്മളെ സംബന്ധിച്ച് അത്ര അപരിചിതമല്ല. പക്ഷേ പാലക്കാടുകാർക്ക് ഇത് അപരിചിതമല്ലാത്ത ഒരു സാഹചര്യം. മറ്റുള്ളവർക്ക് കേട്ടറിവും മാത്രമുള്ള ഒരു കാര്യം കൂടിയാണ് രഥോത്സവം. എന്താണെങ്കിലും തമിഴ്, മലയാളം, സംസ്കൃതികളുടെ, സംസ്കാരങ്ങളുടെ ഒരു സംഗമസ്ഥാനം കൂടിയാവുകയാണ് കൽപ്പാത്തിയിലെ ഈ അഗ്രഹാരത്തെരുവ് രഥോത്സവ നാളുകളിൽ. ഭവ്യ, കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ്. സന്ധ്യയായതോടുകൂടി ഇനി കുറച്ച് നിമിഷത്തെ കാത്തിരിപ്പാണ്. നമുക്ക് തത്സമയത്തിലേക്കൊന്ന് പോയി വരാം.
തേരഴകിൽ നിറഞ്ഞിരിക്കുകയാണ് കൽപ്പാത്തി. കണ്ണും മനസ്സും വേദഭൂമിയിലേക്ക് എത്തുന്ന സുന്ദര നിമിഷത്തിന് സാക്ഷിയാകുകയാണ്. തേരഴകിൽ കൽപ്പാത്തി രഥോത്സവം കാത്തിരിക്കുകയാണ്. ദേവരഥ സംഗമം കാത്തിരിക്കുകയാണ്. പതിനായിരങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. CV അനുമോദ് കൽപ്പാത്തിയിൽ നിന്ന് തത്സമയം ചേരുന്നു. അനുമോദ്, കണ്ണും മനസ്സുമൊക്കെയാ വേദഭൂമിയിലേക്കാണ് ഓരോ ആളുകളുടെയും. ഇനി നിമിഷങ്ങൾ മാത്രമായിരിക്കും അല്ലേ? പറയാൻ പറ. കണ്ണും മനസ്സും മുഴുവൻ ആ വേദഭൂമിയിലേക്കാണ്. കൽപ്പാത്തിയുടെ അഗ്രഹാര തെരുവുകൾ മുഴുവൻ ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങളാണ് വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുന്നത്. ഒരു മനുഷ്യജന്മത്തിലെ തെറ്റുകൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടെ ഭക്തർ ദേവനെ തൊഴുകയാണ്. ആ വലിയ ഒരു വർഷത്തെ കാത്തിരിപ്പിനുള്ള സുന്ദര മുഹൂർത്തത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. CV അനുമോദ് തുടരുന്നുണ്ട്. ഒരു മണൽത്തരി പോലും വീഴാത്തത്ര ജനത്തിരക്കാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തേക്ക് ദേവരഥങ്ങൾ എത്തുകയാണ്. ഈ ദേവരഥങ്ങൾ ക്ഷേത്രത്തിന് മുൻപിൽ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് കൽപ്പാത്തി രഥസംഗമം സാധ്യമാവുക. ത്രിസന്ധിക്ക് നടക്കുന്ന രഥസംഗമം കാണാനാണ് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഇനി കുറച്ച് സമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതിയാകുമല്ലേ അനുമോദ്? ദേവരഥ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വിശാലാക്ഷി വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിൽ ഇപ്പോൾ 4 രഥങ്ങൾ ഒന്നിച്ച് അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചകലെയായി അഗ്രഹാരത്തിന്റെ നേരെ ഗണപതി ക്ഷേത്രത്തിന്റെ രഥങ്ങളും അവിടെ അണിനിരന്നിരിക്കുന്നു. അങ്ങനെ 5 രഥങ്ങൾ ഇപ്പോൾ ഒരു സമയം ഈ ഒരു അഗ്രഹാര തെരുവിന്റെ വിവിധ ഭാഗങ്ങളിലായി അണിനിരക്കുന്നു. ദേവന്മാരുടെ ദർശനത്തിന്റെ ഈ ഒരു പുണ്യദർശനത്തിനായി വിശ്വാസികളെ സംബന്ധിച്ച ഒരു പുണ്യദർശനമാണ്. ഇത്രയും രഥങ്ങൾ, ഇത്രയും ദേവന്മാരെല്ലാം അഗ്രഹാരത്തിന്റെ തെരുവിൽ ഒരേ സമയം അണിനിരക്കുന്നു എന്നുള്ളത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്, ഏറെ നിത്യമാണ്, പുണ്യമാണ്. അവരുടെ ഒരു വർഷത്തെ മുഴുവൻ പ്രാർത്ഥനയാണ് ഈ ഒരു സംഗമത്തിന്റെ ഭാഗമാവുക എന്നുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്കൊക്കെ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തേരിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആ തേര് കടന്നു നീങ്ങുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതിന്റെ ആരവവും അതിന്റെ ജലത്തിന്റെ ഒരു ഒഴുക്കും എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ തിരമാല അടിക്കുന്ന പോലെയാണ് ഈ തേര് കടന്നു പോകുമ്പോഴുള്ള ഇവിടുത്തെ ഒരു സാഹചര്യം. ഇപ്പോഴത്തെ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ തേരാണ് വിശാലാക്ഷി വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലൂടെ കടന്നു പോകുന്നത്. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരുമായി അല്പസമയത്തിനകം മുഖാമുഖം നടക്കും. ഇവിടെ വിശ്വനാഥ വിശാലാക്ഷി ക്ഷേത്രത്തിന് മുൻപിൽ 3 തേരുകൾ അണിനിരന്നിരിക്കുന്നു. അവിടെ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളായ വിശ്വനാഥനും വിശാലാക്ഷിയും, അതായത് ജയനും പാർവതിയും, ഒപ്പം തന്നെ സുബ്രഹ്മണ്യന്റെയും അതായത് മുരുകന്റെയും ഗണപതിയുടെയും തേരുകൾ ഇവിടെ അണിനിരന്നിരിക്കുന്നു. 3 തേരുകൾ ഇപ്പോൾ വിശ്വനാഥ വിശാലാക്ഷി ക്ഷേത്രത്തിന് മുൻപിൽ അണിനിരന്ന് നിൽക്കുന്നു. ഒരു തേരിത വന്തക്കാട് ഗണപതി ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്നു. മറ്റൊരു തേര് വന്തക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വിശ്വനാഥ വിശാലാക്ഷി ക്ഷേത്രത്തിന് മുൻപിലൂടെ ലക്ഷ്മി നാരായണ പെരുമാളിന്റെ ക്ഷേത്രത്തിലേക്ക്, അതായത് അവരുടെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു. ജനങ്ങളെല്ലാം ഓരോ തേരിനടുത്തേക്കും ഒഴുകിയെത്തുന്നു. പലരും പ്രാർത്ഥിക്കുന്നു, കൈകൂപ്പുന്നു.
പലരും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു. അങ്ങനെ പല തരത്തിലുള്ള കാഴ്ചകളും അനുഭൂതികളും ഒക്കെയാണ് ഇവിടെ ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ അഗ്രഹാരത്തിന്റെ തിരുവോരങ്ങൾക്ക് ഓരോ വർഷവും ഉള്ളത്. ഈ വർഷത്തെ രഥോത്സവം കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ രഥോത്സവത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രധാന ദിവസമായി ഈ ദിവസം കടന്നു പോവുകയാണ് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിലൂടെ. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു, മുൻ വർഷങ്ങളെക്കാൾ തിരക്ക്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും രഥോത്സവം തൃശ്ശൂർ പൂരത്തിന് സമാനമായ തരത്തിലേക്ക് പുരുഷാരം കൊണ്ട് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആളുകളൊക്കെ തിരിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ്. കാരണം രഥസംഗമം കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 രഥങ്ങൾ, വിശാലാക്ഷി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. മറ്റ് രഥങ്ങൾ സ്വന്തക്കാട് ഗണപതിക്ഷേത്രത്തിലെ അവിടേക്ക് കഴിഞ്ഞു. ാണ് ഇനി തിരിച്ച് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം പൂർത്തിയായിരിക്കുന്നു. ഈ വർഷത്തെ കൽപ്പാത്തിക്കാരുടെ, പാലക്കാട്ടുകാരുടെ, കേരളത്തിന്റെ ഒന്നാകെയുള്ള കാത്തിരിപ്പ് പൂർണ്ണമായിരിക്കും നമുക്കിപ്പോൾ കാണാം. ദേവരഥ സംഗമം കണ്ട് ആളുകൾ മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ഭക്തജന തിരക്കായിരുന്നു ആ അഗ്രഹാര വീഥികളിൽ ഒന്നാകെ. ഇപ്പോഴിതാ ദേവരഥ സംഗമത്തിന് സാക്ഷിയായി ഭഗവാനെ തൊഴുത് ഭക്തരും അവിടെ എത്തിക്കൂടിയ ആളുകൾ എല്ലാവരും തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന വലിയൊരു തിരക്കിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിശാലാക്ഷി ക്ഷേത്രത്തിന് മുൻപിൽ ദേവരഥ സംഗമം ഉണ്ടായിരിക്കുന്നു. ത്രിസന്ധിയോടുകൂടിയാണ് ദേവരഥ സംഗമം നടന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിനാണിപ്പോൾ പൂർത്തിയാവുന്നത്. ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിനാണ് സമാപനം ആവുന്നത് കൽപ്പാത്തി. ഇനി മറ്റു വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ലെന്ന് നേതൃത്വം. ആത്മഹത്യാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നേതൃത്വത്തിന്റെ ഈ വിശദീകരണം. ആനന്ദ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ച ആളല്ലെന്നും ഉദ്ധവ് താക്കറെയുടെയും ശിവസേനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പ്രതികരിച്ചു. ആനന്ദ് ഒരു കാലഘട്ടത്തിലും BJPയുടെ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹത്തിന് BJPയുടെ ചുമതലയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ, അതായത് ഇന്ത്യ മുന്നണിയോടൊപ്പം പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും VD സതീശന്റെ കോൺഗ്രസിന്റെ, ശിവൻകുട്ടിയുടെ CPMന്റെയും K മുരളീധരന്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വമെടുത്ത് സ്വീകരണം ഏറ്റുവാങ്ങി അതിന്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിന്റെ ഇലക്ഷൻ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും പത്രമാധ്യമങ്ങളിലൂടെ വന്ന വിവരമാണ്. അതേസമയം പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും വെറുതെ വിടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്ല, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ അതിന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് താക്കറെ ശിവസേനയിൽ
എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM പറയുന്നവർ നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACP സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. അതിനിടെ ആനന്ദിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്തു വന്നു. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ടെന്നും RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും തന്നോട് ചെയ്തത് ഇതാണ് എന്നുമാണ് സുഹൃത്തുക്കളുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, UDF സ്ഥാനാർത്ഥി K ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ആനന്ദ് K തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പ് വലിയ തരത്തിൽ UDFും LDFും രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തെത്തിയത്. ആനന്ദിന് BJPയുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നുമാണ് BJP സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് 2:30 ആനന്ദിന്റെ മൃതദേഹം തൃക്കണ്ണാപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിച്ച് വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ വാർത്തയറിഞ്ഞ് ആരോഗ്യനില അവശനിലയിലായ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിന്നീട് പ്രാഥമികമായ ചികിത്സ നൽകുന്നതിന് വിധേയമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിച്ചത്. ഈ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും സമാനമായ തരത്തിൽ ബോധരഹിതയായി അവർ നിലത്ത് വീഴുകയായിരുന്നു. തുടർന്ന് അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം വരെ കുടുംബങ്ങൾക്കൊപ്പം സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ആനന്ദ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ജീവനെടുക്കുമെന്ന കാര്യം അംഗീകരിക്കാൻ പോലും, അങ്ങനെ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ പോലും ഈ കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്കോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആനന്ദ് എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ ശബ്ദരേഖയടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. RSS പ്രവർത്തകന്റെ ആത്മഹത്യ വ്യക്തിപരമെന്ന് B. ഗോപാലകൃഷ്ണൻ. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെങ്കിൽ ഞാൻ 12 പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടതാണെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. സംസ്ഥാനത്ത് BJPയിൽ പ്രവർത്തിപ്പിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയെന്ന മന്ത്രി V. ശിവൻകുട്ടി. RSSന്റെ അന്തർധാര എത്ര ജീർണിച്ചതാണെന്ന് അനന്തു അജിയുടെ മരണത്തിൽ നിന്ന് വ്യക്തമായെന്നും മനസാക്ഷിയുള്ള ആരും BJPക്ക് വോട്ട് ചെയ്യില്ലെന്നും V. ശിവൻകുട്ടി. നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ജീർണിച്ച നേതൃത്വത്തിനെതിരായുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJPക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മനസാക്ഷിയുള്ളവരാരും തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ല. വർഗീയതയുടെയും ആക്രമണത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയും. BJP പ്രവർത്തകരുടെ ആത്മഹത്യ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ശശി തരൂർ. 2 ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും നടന്നു. യുവാക്കളായ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതെന്നും BJP സ്ഥാനാർത്ഥികൾ മാഫിയ ബന്ധമുള്ളവരാണെങ്കിൽ അത് BJP തന്നെ പരിശോധിക്കട്ടെയെന്നും ശശി തരൂർ. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല. ഞാൻ എന്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം. എന്റെ ഹൃദയം, എന്റെ മനസ്സൊക്കെ അവരുടെ കുടുംബക്കാരുടെ ഒപ്പമാണ്. എന്തൊരു നഷ്ടമാണ്. 3 പേരും യുവപേരാണ്. ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മൾ എല്ലാവർക്കും ദുഃഖം തോന്നും. നമ്മുടെ സ്വാമീയത്തിനകത്തന്നെ ഒരു മുറിയാണത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, രാഷ്ട്രീയം വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം നടക്കണം. എന്താണ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ. അത് BJP അന്വേഷിക്കണ്ടേ? നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒക്കെ ചോദിക്കണം.
RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ചർച്ചയാകുന്നതിനിടെ നെടുമങ്ങാട് BJP പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമം. നെടുമങ്ങാട് സ്വദേശി ശാലിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ മനംനൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നായിരുന്നു ശാലിനിയുടെ പ്രതികരണം. BJP-യുടെ ഒരു വ്യക്തി പോലും ഇതിന്റെ അകത്തില്ല. RSS-ന്റെ മുകളിലോട്ടുള്ള ആരുമില്ല. കരിപ്പൂര് ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില പേര്, 2-3 പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. RSS-ന്റെ പ്രാദേശിക നേതാക്കൾ, അതായത് ഒരു 2-3 പേര്. അത്തരത്തിലുള്ള പ്രചരണം ആളുകളുടെ ഇടയിൽ ഇതിനകം തന്നെ, അതായത് അത് സീറ്റ് കിട്ടരുതെന്ന് കരുതിയിട്ടാണോ അങ്ങനെ ചെയ്തത്? അതെ, സീറ്റ് കിട്ടരുത്, കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരത് ചെയ്തത്. എന്റെ സ്വന്തം സ്ഥലമാണ്, എന്റെ ജന്മനാടാണ് ഈ സ്ഥലം. ഞാൻ കഴിഞ്ഞ 2 തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. ഇങ്ങനെ പ്രചരിപ്പിച്ച് സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്ന് കരുതിയിട്ടാണോ അവർ ചെയ്തത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഒഴിവാക്കുക? അല്ല, സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്നുള്ള രീതിയിൽ, അഥവാ കിട്ടിയാലും ജയിക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പരാതിയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പലതവണ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവര് അതിന്റെ രീതിയിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒട്ടും അങ്ങോട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അതേസമയം ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണെന്ന് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. അതിൽ ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്, ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ്. അത് അവിടുത്തെ പാർട്ടി അത് എന്തുകൊണ്ടാണ് ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ്. ശാലിനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് പാർട്ടി അവർക്ക് പശ്ചാത്താപമുണ്ട്, അതൊക്കെ വന്നു കഴിഞ്ഞു. അത് ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ വാർഡിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതാണ്. സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,465, പവന് 91,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,470, പവന് 75,260. വെള്ളി ഗ്രാമിന് 170 കിലോയ്ക്ക് 1,70,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. അപർണ ചേരും.